ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹാൻഡ്സ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇവിടെ ഇപ്പം സമ്മറൊക്കെ കഴിഞ്ഞ് ചെറിയ തണുപ്പൊക്കെ തുടങ്ങി, ഓട്ടം സീസണായി. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന്. ഇതിപ്പോൾ 2 ഗ്ലാസ് കുത്തരി കഴുകി ഞാൻ കുക്കറിൽ വെച്ചതാണ് കേട്ടോ. 2 ഗ്ലാസ് കുത്തരി. അപ്പോൾ 2 ഗ്ലാസ് കുത്തരിക്ക് 5 ഗ്ലാസ് വെള്ളം വേണം. അതായത് 1 ഗ്ലാസ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം. ആ കണക്കിൽ ഇത് 2 ഗ്ലാസ് കുത്തരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. കുത്തരി എന്ന് പറയുമ്പോൾ നമ്മുടെ മട്ട അരിയില്ലേ, അതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ അരി വെച്ച് തേങ്ങാച്ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ വേണം. ചില ആൾക്കാർ തേങ്ങ ചോറിലേക്ക് ഇങ്ങനെ തിരുമ്മി ഇടുകയുള്ളൂ കേട്ടോ. പക്ഷെ എനിക്കിത് നല്ലപോലെ അരച്ച് വരണം തേങ്ങയും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം പെരുംജീരകം ഇടാം കേട്ടോ, വലിയ ജീരകം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഇനിയിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. അത് മതി. വല്ലാതെ അരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട. പെരുംജീരകമൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് ഒന്ന് മിക്സായി മതി. ചിലർ തേങ്ങ അങ്ങനെ തന്നെ ഇടും. തേങ്ങ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് തിരുമ്മിയിട്ട് പിന്നെ ഈ പെരുംജീരകം ഇങ്ങനെ ഹോളായിട്ടിടുന്നതിനും പകരം അതിൻ്റെ പൊടി ഇടും, പെരുംജീരകം പൊടിച്ചത് ഇടും. അങ്ങനെയാണ് ഇടുക തേങ്ങ ഇങ്ങനെ കടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക്. അപ്പോൾ ഇവിടെ അങ്ങനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ അരച്ചെടുക്കുക ചെയ്യുന്നത്. ഇത് തേങ്ങ ഇപ്പോൾ നമുക്ക് നല്ല വേണ്ട രീതിയിൽ അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് ചോറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സിയിൽ നിന്ന് തേങ്ങ എടുത്ത് കഴിയുമ്പോൾ തേങ്ങ ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ, ആ വെള്ളവും കൂടെ നമ്മൾ കണക്കിലെടുക്കണം കേട്ടോ. അതും കൂടെ കൂട്ടിയിട്ടേ ഉള്ളൂ 5 ഗ്ലാസ് വാട്ടർ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ മിക്സിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഗ്ലാസ് വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് ഒരു 1-2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു 3 പീസ് പട്ട, ഞാൻ കറുവാപ്പട്ടയുടെ പീസസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 4-5 ഗ്രാമ്പു അതും ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില. നമുക്ക് 4 ഗ്ലാസ് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. കുത്തിരി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വേവുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വെള്ളം ഒഴിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തേങ്ങ എല്ലാം കൂടെ എല്ലാ അരിയുടെയും ഇടയിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പം ഇനി നമുക്കിത് അടച്ചു വെച്ച് 2 വിസിൽ വരുന്നോടം വരെ വേവിക്കാം. അപ്പോൾ കുക്കറിൽ 2 വിസിലൊക്കെ വന്നു. ഞാൻ കുക്കർ തുറന്ന് നോക്കി, ആവി ഫുള്ള് പോയിട്ടാട്ടോ തുറന്ന് നോക്കുന്നത്. അപ്പം ചോറൊക്കെ ഇതാ നല്ല പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ തുറക്കുമ്പം വെള്ളം കൂടി പോയ പോലെ തോന്നും, പക്ഷെ അല്ല കേട്ടോ. അത് വിളമ്പി വെച്ച് ഒന്ന് ചൂടാറിയിട്ടല്ലേ നമ്മൾ കഴിക്കുള്ളൂ, ഈ ചൂടോടെ കഴിക്കില്ലല്ലോ. അപ്പോൾ കറക്റ്റ് പരുവമാവും ആ ചോറ്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി താളിച്ചൊന്ന് ഇടാം ഇതിൻ്റെ മേലേക്ക്. അപ്പം കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പം അതും കൂടെ ചെയ്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് അതും കൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു പരിപാടി ഓപ്ഷനാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മേലേക്ക് ഈ വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കറിവേപ്പിലയും കൂടെ താളിച്ചിങ്ങനെ ഇടുന്നത്. എന്നിട്ട് ഉടനെ തന്നെ നമുക്കിത് കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മൾ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങാച്ചോറിൻ്റെ കൂടെ പപ്പടമുണ്ട്, ബീഫ് വരട്ടിയതുണ്ട്, കച്ചമ്പറുണ്ട്, അച്ചാറുണ്ട്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഈ ബീഫ് വരട്ടിയതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്, ഞാൻ ലിങ്ക് മേലെ കൊടുക്കാം. ഇതുവരെ കാണാത്തവർക്ക് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്, അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻഡ്സ് കിച്ചൺ. ബൈ ബൈ.